നമുക്ക് ഈ ചെടികളെല്ലാം പറിച്ച് കവറുകളിലാക്കാം കൊണ്ടുപോകാനായിട്ട്. കാര്യം ചട്ടിയോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെച്ചാൽ ഒരു വണ്ടി മൊത്തം വേണ്ടി വരും ഈ ചെടികൾ പോകണമെങ്കിൽ. അപ്പോൾ കുറച്ച് മണ്ണിൽ നമുക്കിങ്ങനെ വേരൊക്കെ ഒന്ന് വാടിപ്പോകാതെ പൊത്തി വയ്ക്കാം. ആ വേര് മാത്രം. ഈ കവറിലാക്കി നമുക്ക് എല്ലാം പാക്ക് ചെയ്യണം. ഈ മൊത്തം ചെടിയും ചെയ്യണം. ഇഷ്ടംപോലെ വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ചെടിയെ വളർത്തിയതിനൊക്കെ. പക്ഷേ നീ വളർത്തിയത് കൊണ്ടല്ലേ നിനക്കിങ്ങനെ പാക്ക് ചെയ്യേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്താ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് ഓരോ ചെടിയും ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം തണലത്തോട്ട്. ചട്ടികൾ പിന്നെ നമുക്ക് കഴുകിയെടുക്കണം. അവിടെ പോയാലും നടണ്ടേ. ഇതിൻ്റെയൊക്കെ അഴുക്കെല്ലാം അറുത്ത് കളയണം. അഴുക്കെല്ലാം അറുത്ത് കളഞ്ഞ് അതിൻ്റെ കുറച്ച് ചാണകപ്പൊടിയുണ്ട്. ആ ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ ശകല വെള്ളത്തിൽ കുഴച്ച് അതിൻ്റെ മൂട്ടിലോട്ട് ഫിറ്റ് ചെയ്യുക. ചെറിയ നനവും ഉണ്ടാവും. രണ്ടല്ലെങ്കിൽ 3 ദിവസത്തെ 4 ദിവസം എടുക്കും. വണ്ടി നാളെയാണ് വരുന്നതെങ്കിൽ അവിടെ ചെന്നെത്തിയാലും 2 ദിവസം എടുക്കത്തില്ലേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ. ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനെയൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ട് എടുത്തിട്ട് ഒന്നും പോകാതെ കിട്ടിയാൽ മതിയായിരുന്നു. എക്സ്ട്രാ വേരൊക്കെ അറുത്ത് കളയാം.
ഇതൊക്കെ ഒച്ചും രണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന് 2-3 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇതൊന്നും ചെയ്യത്തില്ല. ആകെപ്പാടെ 1-2 ചെടികൾ മാത്രമേ ഒരു വിഷമമുള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നതിനൊന്നും നമുക്ക് ഇളക്കണ്ട. അങ്ങനെ എങ്ങനെയെങ്കിലും ചട്ടിക്കകത്തോ കാറിനകത്തോ കൊണ്ടുപോകാം. പിന്നെ ഇതൊക്കെ ഒരു തൈയും മതി. പക്ഷെ ഇത്രയൊക്കെ ആക്കിയെടുത്തത് ഒത്തിരി ബുദ്ധിമുട്ടി. അതാ പിന്നെ ഞാൻ ഒന്നും കളയാത്തത്. ഒരു സ്നേക്ക് പ്ലാന്റ് ഈ ഒരു ചെടി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തോരം നോക്കിയല്ലേ. ഈ ചെടി തന്ന ആള് ഓർമ്മയുണ്ടോ? പിന്നെ ഇതാരാ തന്നേന്ന്? സന്തോഷ്. ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കൊണ്ട് തന്നു. കാർഡ് പോലെ കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മള് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വാങ്ങി പിടിക്കും ശരിയാവാതെ വന്നപ്പോ സന്തോഷം കൊണ്ട് തന്നായിരുന്നു പ്രാവശ്യം. സന്തോഷൊക്കെ ചെടി എങ്ങനെ കൊണ്ടുപോയി കാണുമോ എന്തോ. വലിയ വണ്ടി വിളിച്ച് പോയല്ലേ. മൊത്തം സാധനം ഒരുമിച്ച് പോയല്ലേ. ഇച്ചിരി മണ്ണ് കുഴച്ച് വെക്കണം. വെള്ളമേ ചിലപ്പം വാടി പോകുന്ന ഐറ്റമാ. അധികം വാടി പോകാത്തതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ 2-3 ദിവസമൊക്കെ ഇരിക്കും. കേട്ടോ ഇതൊക്കെ പോയാൽ ഇത് എത്ര രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാ. ഈ ചെടിയെ മറ്റേ അനിൽ സാറിന്റെ ഫാമിലി വന്നിട്ടില്ലായിരുന്നു ഇവിടെ ഗസ്റ്റ് ഹൗസിൽ? നമ്മുടെ വളപ്പശാല. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു കുഞ്ഞൊരു തൈയായിരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു തൈ ഇതിനകത്ത് വെച്ചായിരുന്നു. പക്ഷെ അത് പ്രാവ് കൊത്തി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു കൊച്ചു തൈ കൊണ്ട് വെച്ചതാ. ഗസ്റ്റ് റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഇതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു വെക്കാം. വാടിപ്പോണ്ട മണ്ണ്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അറപ്പ് തോന്നുമായിരിക്കും. ഈ പെണ്ണുമ്പിള്ള എന്തൊക്കെയായി ചെയ്യണേന്ന്. ചെടിപ്രാന്ത് കൊണ്ട്
ഇത്തിരി അഴുക്കുണ്ട് സൈഡെല്ലാം. പോസ്റ്റിങ് വന്ന അന്ന് തൊട്ട് ഇതൊന്നും തൊടുന്നില്ല, എൻ്റെ കാര്യം നോക്കുന്നേ ഇല്ല. അതിങ്ങനെ ആയിപ്പോയെ. അഴുക്കൊക്കെ കളഞ്ഞു വെക്കുവാന്നേല് ഒരു ഭംഗി അത് കാണാൻ. നോക്കി അടുത്ത് പോകുന്നിടത്ത് ഞാൻ എങ്ങനെ ചെടികൾ വളർത്താതിരിക്കും ഈ വഴക്ക് കേട്ടാലും. ഇത് പൊടിച്ചു വരുന്നു. അതിന് അങ്ങനെ ഇറുക്കല്ലേ, മൊത്തം പേരയും ഒക്കെ ഉണ്ട്. ഇതിനെന്തോ എപ്പോഴും രക്ഷപ്പെട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇത് 3-4 വർഷമാവും ഈ ചെടി ഇത്രയും. കണ്ണൂരിന്ന് അതാ പയ്യെ തന്നതാ. ചിലയിടത്തൊക്കെ അത് വെറുതെ പൊടിച്ച് നിൽക്കുന്നതാണ്. നമ്മൾ നടാൻ നോക്കുമ്പോൾ അതിന് പിടിക്കാൻ ഇച്ചിരി പാടാ. ഇത് ശാലുവിൻ്റെ കോളേജിൽ നിന്നാന്ന് തോന്നുന്നു ഒരു കുഞ്ഞു തൈ കൊണ്ടുവന്നേ. ശാലുവിൻ്റെ കോളേജിൽ നിന്നാണ്. പക്ഷെ ഞാനൊരു നല്ലൊരു തൈ, ഇതിൽ കൂടെ വലിയൊരു തൈ ഞാൻ മേടിച്ച് വെച്ചാൽ ഒന്നിരിക്കും 150 രൂപ. നമ്മൾ നാട്ടിൽ പോയിട്ടൊന്ന് അപ്പോൾ അത് ചീത്തയായി പോയി. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് 1-2 ചെടികൾ, നല്ല നല്ല ചെടികൾ പോയി. വെള്ളത്തിലൊക്കെ കുടങ്ങലല്ല ഏട്ടാ, അതൊരു ചെടിയാ. കുടങ്ങല് പോലത്തെ ഒരു ചെടിയാ. പക്ഷെ ഇത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ന് വരെ അത് രക്ഷപ്പെട്ടില്ല, അത് അങ്ങനെ നിൽപ്പുണ്ട്. 3 വർഷമായിട്ട് വരും, രക്ഷപ്പെടും, പോകും, രക്ഷപ്പെടും, പോകും. ഇതിലേക്ക് ആൾക്കാരെയും കണ്ടാൽ അത് കുറേയൊക്കെ പിഴുത് മോട്ടിച്ചോണ്ട് പോകും. അറിയാവോ, നമ്മുടെ കണ്ണൂർ വെച്ച് മുകേഷ് സാറില്ലേ, സാറിന്റെ വൈഫ് എനിക്ക് തന്നതാണ് ഈ ചെടി. അമ്മേ, പക്ഷെ അതിങ്ങനെയും ഞാൻ കൊണ്ടുപോകും. നല്ലൊരു സ്നേഹമുണ്ട് അവര്. മാഡം എൻ്റെ ചെടിപ്രാന്ത് കണ്ടിട്ട് എനിക്ക് തന്നതാ ഒരു തൈ. ചാക്ക് വെച്ചിട്ടുണ്ട്. ചാക്ക് വെച്ച് നമുക്ക് ഓരോന്ന്, അതായത് തിരിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ എടുത്ത് വെക്കാൻ എളുപ്പമുണ്ട്. കുഴപ്പമില്ലല്ലേ, ഇതിനല്ല. നിറഞ്ഞു നോക്കാം. ഓക്കെ, നീ ഒരു കെട്ട് കിട്ടണോ പിടിച്ച് കയറ്റാൻ? എന്തോരം ചെടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇത്രക്കകത്ത് വന്നു, കുറച്ച് സ്ഥലത്തിനകത്ത് വന്നു. എനിക്കൊന്നും ഇത് ഇങ്ങനെ വേണമെങ്കിൽ ബട്ടൻ്റെയിലും കൊണ്ടുപോകാൻ തോന്നുന്നു. എന്തോരം ചെടിയാ നോക്കിയേ. നീ 2 ചെടി മാത്രം ബാക്കി വന്നു. അത് എണ്ണത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒന്ന് ഇളകിപ്പോയി, അത് ഞാൻ ചാടിപ്പോയി. കഴിച്ചപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇത് രണ്ടും അതിന് സ്ഥലം ഉണ്ടോ നോക്കട്ടെ. അഹങ്കാരമാണ് കാണിക്കുന്നേ. നോക്കാം. അല്ല, ഉണ്ട്. ഇവിടെ വെക്കാൻ പറ്റും. എല്ലാം വാടി ചപ്പി ഇപ്പോഴേ. ഇത് മതി. ഇത് ഇങ്ങനെ എടുത്ത് അങ്ങ് അകത്ത് വെച്ചാലോ? ആര് പിടിക്കുമെന്ന് എനിക്കറിയില്ല. എത്ര വെയിറ്റ് വരും ഇത്? അമ്മേ, എന്നെ കൊണ്ട് പറ്റൂല.